ഈ ഒരു നവംബർ മാസം യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ളത്, എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങൾക്കായി പാസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. നമ്മളൊരു 5 കാർഡ്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നല്ലതുപോലെ ഇവിടെ നമുക്ക് കാണാം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് തന്നെ തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചോയ്സസ്, ഓഫേഴ്സ് ഒക്കെ വരാൻ സാധിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത് കരിയറിലോ റിലേഷൻഷിപ്പിലോ ഒക്കെ ആയിരിക്കാം. പക്ഷെ അത് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാര്യം ഇപ്പം നമുക്ക് നല്ലതായിട്ട് തോന്നുമെങ്കിൽ പോലും ഭാവിയിൽ ചിലപ്പോൾ അത് ദോഷമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ കൂടിയായിരിക്കാം. നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മാത്രം ഇപ്പോൾ ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ ശ്രദ്ധിച്ച ശേഷം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലവർക്ക് അമിതമായിട്ടുള്ള ആങ്സൈറ്റി, സ്ട്രെസ്, ഫിയർ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് ചിലപ്പോൾ അവരുടെ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ നോക്കാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. അപ്പോൾ വളരെയധികം നിങ്ങൾ ആ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ കാര്യം വരുമ്പോഴത്തേക്കും കുറച്ചധികം വ്യക്തികൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഡീപ്പൻ ആവുന്ന ഒരു സമയമായിട്ട് തന്നെ കാണാം. അകന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ, ചിലർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ കുറച്ച് വ്യക്തികൾക്കെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ ഓവറായിട്ട് എനർജി ഇടുന്നു, ആ ഒരു പേഴ്സൺ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. എങ്കിലും നമുക്ക് ആ ഒരു നല്ല രീതിയിൽ പോകുന്ന എനർജി തന്നെയാണ് കൂടുതലായിട്ട് ഇവിടെ കയറി നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ്. യൂണിവേഴ്സ് അതിന് റിസൾട്ട് തരുന്ന ഒരു സമയം തന്നെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ നോക്കിയിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അമ്മയാവാനൊക്കെ കാത്തിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് അതുപോലെ തന്നെ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ആ ഒരു അബണ്ടൻസ് കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും അവരുടെ ലൈഫിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ്സിന് പറ്റിയ ഒരു സമയമാണ്. അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ദേവാലയ ദർശനങ്ങളൊക്കെ ആയിരിക്കാം. അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക.